മുത്തുനബി പറയുമായിരുന്നു, ഔഫൂ ഖിറബകും, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കണേ, ബിസ്മില്ല പറയണം. പാത്രങ്ങളിൽ ഭക്ഷണം എടുത്തു വെച്ചത് മൂടിവെക്കണം. നമ്മുടെ റോഡ് സൈഡുകളിൽ ഭക്ഷണം വെക്കുന്ന തട്ടുകടക്കാർ, വലിയ രസമാണ് എല്ലാവർക്കും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്. ചിലക്ക് വൃത്തിണ്ടാകുന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു അഹലം. ഭക്ഷണമുണ്ടാക്കുന്നിടത്ത് പൊടിപാറുന്ന വാഹനങ്ങളുടെ കാർബൺ തിക്ക് പുകകളാണ്, കറുത്ത കാർബണാണ് നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതെല്ലാം ഭക്ഷണങ്ങളിലേക്ക് കയറി ചെന്ന് പൊടിപടലങ്ങൾ പോലും തടഞ്ഞു നിർത്താൻ കഴിയാതെ, ഒരു പ്രൊട്ടക്ഷനുമില്ലാതെ ഓപ്പൺ എയറിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരു മുസ്ലിമിന് എങ്ങനെ കഴിക്കാൻ കഴിയും? മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മൾ പറയും, ഇവരെന്താ നമുക്ക് ജോലി തരാണോ, നമുക്ക് ചെലവുണ്ടാക്കുകയാണോ? മുസ്ലിമീങ്ങളായ ആളുകൾ അത് പറയല്ലേ. നമ്മുടെ നബിയാ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണമുണ്ടാക്കുമ്പോൾ പാത്രങ്ങൾ മൂടിവെക്കണം. ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് വൃത്തിയുള്ള സ്ഥലത്തെ നിങ്ങൾ പാകം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ബിസ്മില്ല പറയണം. ആനിയതക്കും, പാത്രങ്ങൾ മൂടിവെക്കണം. ഔഖൂ ഖിറബകും, പാത്രത്തിൽ നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന തോൾസഞ്ചികൾ നിങ്ങൾ കെട്ടിവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തുൽ ഇനാ വഔഖു സിഖാ ഫഇന്ന ഫിസ്സനതി ലൈല യൻജിലു ഫീഹാ വബാ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പാത്രം മൂടിവെക്കണേ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തളികകൾ മൂടിവെക്കണേ. കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ മാരകമായ അണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഏതെങ്കിലും മൂടിവെക്കാത്ത പാത്രങ്ങൾക്ക് മുകളിലൂടെ, അല്ലെങ്കിൽ മൂടിവെക്കാത്ത വെള്ളപാത്രങ്ങൾക്ക് മുകളിലൂടെ ആ രാത്രി കടന്നു പോവുകയാണെങ്കിൽ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ, ആ രാത്രിയിൽ മൂടിവെക്കാത്ത ഭക്ഷണത്തിലൂടെ പ്ലാഗ് പോലെയുള്ള പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റെസ്റ്റോറന്റുകാർ അല്ലാഹുവിനെ പേടിക്കേണ്ടവരാണ്. ജനങ്ങളുടെ ആരോഗ്യമായി മാറാൻ പോകുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ജനങ്ങളുടെ ഇബാദത്തിന് കാരണമാകുന്ന ഉന്മേഷം കിട്ടുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ആരോഗ്യമാണ് നിങ്ങൾ കളിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ. നല്ല ഹൈജീൻ നമ്മുടെ കിച്ചനുകളിൽ, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നവർ ഹെയർ നെറ്റ് ഉപയോഗിക്കുന്നത്, കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്, വൃത്തിയായി പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത്, കിച്ചൻ വൃത്തിയായി സൂക്ഷിക്കുന്നത്, അഴുക്കുകളില്ലാതിരിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൂലി തരുന്ന ഇബാദത്തിന്റെ വിഷയങ്ങളാണ്. അള്ളാഹിന് കൂലി കിട്ടും. എന്തിനാണിതൊക്കെ? രോഗം വരാതിരിക്കാൻ, രോഗത്തെ പ്രതിരോധിക്കാൻ. നമുക്കിഷ്ടം പോലെ ഡയാലിസ് സെന്ററുകൾ ഇവിടെയുണ്ട്, ഡയാലിസ് കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന എത്രയോ കേന്ദ്രങ്ങളുണ്ട്. കിഡ്നി ചികിത്സ ചെയ്യുന്നത്, കിഡ്നി ശുദ്ധിയാക്കുന്നത്. ആദ്യമായി ആലോചിക്കണേ, നമ്മുടെ വീടുകളിൽ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ? വെള്ളം ശുദ്ധമല്ലാതിരുന്നാൽ കിഡ്നിക്ക് അസുഖം വരും. ശരീരത്തിന് ആവശ്യമായ നല്ല വെള്ളം നമ്മൾ കുടിക്കാതിരുന്നാലും കിഡ്നി തകരാറിലായി പോകും. അതൊന്നും ചെയ്യാതെ രോഗം വന്നാൽ പിന്നെ നമ്മൾ ഓടുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക്. പ്രതിരോധം ചെയ്യണമെന്ന് ശറഅ് പറഞ്ഞു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല? നമ്മുടെ കിണറുകൾ, നമ്മുടെ പരിസരത്തുള്ള സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് എത്ര മീറ്ററേ ദൂരമുള്ളൂ? ഒന്ന് നോക്കുക. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കും. വല്ല അണുക്കളുമുണ്ടോ നമ്മൾ കുടിക്കുന്ന കിണർ വെള്ളത്തിൽ? അതിന് എത്ര ചെലവായാൽ എന്താ? നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലത്തിലോ മറ്റോ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ചികിത്സ നടത്തി അതുപോലും ഫലപ്രദമാവാതെ അള്ളാഹു തന്ന ശരീരം നശിപ്പിച്ച് മരണത്തിന് കീഴടങ്ങുന്നതിനേക്കാളും നല്ലത് ഈ പ്രതിരോധമാണ്. ഇത് പഠിപ്പിക്കുകയാണ് ശറഅ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.